ഇപ്പം വരവില്ല, വരാൻ വയ്യാത്തോണ്ടേ ഇത് എപ്പോഴും വരുന്നതാണ്. ഇത്രേ കൊല്ലങ്ങളായി, ഇത്രയും പഴക്കമുണ്ട് ഇവിടെ. ഞങ്ങളൊരു 30 കൊല്ലം ഒക്കെ ഉണ്ടാവും. ഈ ഇവര് കുട്ടിയിൽ ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ കഴിവുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് വരും, എന്നിട്ട് പിന്നെ ഇവരെടുത്തേക്കില്ല, അവർ അപ്പുറത്തിരിക്കും, അങ്ങോട്ട് ചെല്ലും. അലിയാക്കാരനായിട്ട് ഒരാളുണ്ടായിരുന്നു, അയാളാണ് ചായയൊക്കെ തരാം ഇവരെ അമ്മാമനെ. അപ്പോൾ അയാൾ പറയാം അവിടെ പോയിക്കോളും ഉണ്ട് ഇനി, പിന്നെ എന്നോട് പറഞ്ഞു ഇവരെടുത്തേക്ക് വരാം. അങ്ങനെ പറഞ്ഞു. ഇടയ്ക്കിപ്പോൾ വരും, ഇവരൊക്കെ പോരുമ്പോൾ അങ്ങനെയാണ്. വരാൻ വയ്യേ, ഈ വന്ന അത്രയും കാര്യങ്ങൾ നടന്നായിരുന്നു. അതാണ് പഞ്ചായത്തിലേക്കൊക്കെ പോകും. പക്ഷെ എപ്പോഴും ഞാൻ പഞ്ചായത്ത് പോയി ഒന്നും അപ്പം അത് നമുക്ക് ശരിയാവും. എന്നിട്ട് ഞങ്ങളെ അടുത്ത് വരും. അങ്ങനെയാണ്. കുറച്ചായി അങ്ങനെ ഇന്നങ്ങനെ കൂടുതലില്ലേലും ഇങ്ങനെ ഇവരൊക്കെ കൂടെ പോരും, ഒന്ന് പോകണം, ഒന്ന് കൊണ്ടുപോകണം എന്ന് അറിയും. ഇപ്പം ഇവർ പോരുന്നുണ്ട്. അപ്പോൾ പോകുന്നു വണ്ടിക്ക്. ഇപ്പോൾ ഒരു നല്ലതാണ്. കുറേ കൊല്ലങ്ങളായി നമ്മളൊരു കുട്ടീനെ പോലെ ഇതാണ് അവർ. അങ്ങനെ അവിടെ ആയി പരിചയപ്പെട്ട്. എന്ത് ചെറിയ വിഷയങ്ങളുണ്ടെങ്കിലും അവിടെ വരും, വന്ന് പറയുന്നത്. അവരെ വീട്ടിൽ എന്ത് ചെറിയ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും അവരെ വീടിൻ്റെ തറക്കല്ലുകളടക്കമുള്ള സംഗതികൾ ഇവിടെ വന്ന് പറഞ്ഞാൽ അത് അതിലൊരു സന്തോഷമാണ്. അതാണ് അത് നമ്മളെ വീട് ശരിയായി കിട്ടി. ഞങ്ങൾക്ക് അഞ്ചന്മാരൊക്കെ നന്നായി എളുപ്പം പോയിട്ട്. ഒരു വർഷം മുമ്പേ മൗലാനീര് 2 ദിവസം കടന്നു. അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാണക്കാടൊന്ന് പോയി പറയണം പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഒരാഴ്ച കടന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു താത്ത എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കോഴിയൊക്കെ നിങ്ങൾ നല്ലതാണ്. അപ്പം അങ്ങനെ പോകുന്നതായ അതന്നെ കൊല്ലങ്ങൾ കുറച്ചായിട്ടുണ്ട്. അതാണ് അതും 30ൻ്റെ മുകളിൽ പറഞ്ഞാൽ ഇയാളന്ന് ചെറുപ്പാണ് കുട്ടിക്ക്. അപ്പം അതിൻ്റെ എന്നിട്ട് കാക്കാൻ്റെ അടുത്ത് പോയിട്ട് ആളെ എത്തിക്ക് പോകും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പോയി നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മൾ എന്തായാലും വിചാരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ അത് നടക്കും. അതന്നെ. ഇത് കഴിഞ്ഞാൽ കബറിങ്ങ പോയിട്ടുണ്ട് ഒരു പ്രാർത്ഥന. അവിടെ പോകും ഞാനേ. അവിടെ പോയി പ്രാർത്ഥന ഉണ്ട്. അസുഖമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല തങ്ങളോട് വിവരം പറയണം. അത് ഇവിടെ പറയണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ പറയും അതിന് ചിലപ്പോൾ ഞങ്ങൾ ബാക്കി ഉണ്ടാകുമെന്ന് അറിയില്ല, എന്നാലും മൂത്തിയുടെ ഇവിടെ ഉണ്ടാവും തന്നെ പറയുന്നത്. പേപ്പറിൽ കൊടുക്കണം നമ്മളെ ഇത് മരണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അത്ര കൊല്ലങ്ങളായതാണ്. അങ്ങനെ എവിടെയും ഞാൻ പോവില്ല, ഈ സ്ഥലത്ത് വരും. ഒരു വേറെ മന്ത്രവാദ സ്ഥലങ്ങളിൽ പോവില്ല, നേരെ ഞങ്ങളെത്തിക്ക് വരും. അത് നമുക്ക് ഭേദമുണ്ട്. വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യമാണ് നടക്കത്തുള്ളൂ. നടക്കാത്ത കാര്യമില്ല കുട്ടി. പാറൂട്ടിയമ്മല്ലേ? അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ തന്നെ പാറൂട്ടിയമ്മനെ കാണാറുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ വീടെടുക്കുന്നതിന് മുമ്പ് നമ്മൾ തറവാട്ടിലായിരുന്ന സമയത്ത് തന്നെ അവിടെ വരും. വലിയ ജ്യേഷ്ഠനെ കാണാൻ, ശിഹാബ്ദങ്ങളെ കാണാനൊക്കെ വരുമ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ എന്നോടും വിവരങ്ങളൊക്കെ പറയും. പിന്നെ അവർ ഒരു പതിവ് സന്ദർശകയാണ്. ഇവിടെ ഒരു തലസ്ഥാനങ്ങളടുത്ത് പോകും. അവർക്ക് ഇങ്ങനെ അസുഖമൊക്കെ തോന്നുമ്പോൾ വരും. പിന്നെ വേറെ ആളുകളെ കൂട്ടിയും വരും. വേറെ ആൾക്കാരെ നാട്ടിലെ വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി വരും. ഇനി അസുഖമാണെങ്കിലോ, ഇനിയിപ്പോൾ അവർക്കും വല്ല ഗവൺമെൻറ്റിൽ നിന്ന് വല്ല പാസ്സായി കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വല്ല പാസ്സായി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പേപ്പർ റേറ്റൊക്കെ വരും. എന്നിട്ട് നമ്മളെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കും. അതൊരു സാമൂഹ്യ പ്രവർത്തകമാണ് അവർ. ഇനി MLA ഒക്കെ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പരാതി പറയും. അവർ നമ്മളെ അതെ അവരത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതായിട്ട് തന്നെ പറയാം, കുറ്റപ്പെടുത്തി പറയല്ല. കാര്യങ്ങൾ എല്ലാം നടക്കണം എന്നുള്ളവർക്ക് ഫെസ്റ്റിവലുണ്ട് അല്ലേ? ഫെസ്റ്റിവലിൻ്റെ ഭാരവാഹി ഒക്കെ അതും പറയുന്നുണ്ട്. ഉണ്ട്, ഞാൻ പറഞ്ഞല്ലേ ഞാൻ നാട്ടിൽ ചോദിച്ചിരുന്നു അല്ലേ? പാറൂട്ടിയമ്മ എവിടെയാണ്? ഇവരെ നാട്ടുകാരാണ്, പുത്തൂതക്കാരാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണാതെ നിൽക്കുമ്പോൾ ഒരു വിഷമമാണല്ലോ. അങ്ങനെ ചോദിച്ചായിരുന്നു.